ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരുന്ന ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മോഡലിൽ തന്നെയായിരിക്കും ഇപ്രാവശ്യവും ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രദിനം 1-ാം ദിവസം നോക്കാം. അപ്പോൾ പ്രവർത്തനം 1 എന്ന് പറയുന്നത് ജങ്കുവും അമ്മയും. എന്താണ് ഇവിടെ? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കൂ, നിറം നൽകൂ. അപ്പോൾ എന്താണ്? ആ ജഗ്ഗുവും അമ്മയെയും കുത്തുകൾ വരച്ച് ചേർക്കാൻ, യോജിപ്പിക്കാനും അതോടൊപ്പം തന്നെ ആ ചിത്രത്തിന് നിറം നൽകാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി. നിറം നൽകുന്ന, അതായത് കളർ കൊടുക്കാനുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് പോകുമ്പോൾ കളർ പെൻസിലൊക്കെ കൊണ്ടുപോകണം. ഇനി പ്രവർത്തനം 2 ജങ്കുവും കൂട്ടുകാരുമാണ്. സംഭാഷണം പൂർത്തിയാക്കും. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സംഭാഷണം, അതായത് മിട്ടുവും ചിന്നനും ജങ്കുവും ഒക്കെ തമ്മിലുള്ള സംഭാഷണം എന്താണ് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ അവരുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മിട്ടു ചോദിക്കുന്നുണ്ട്, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? അപ്പം ജങ്കു എന്താണ് ഉത്തരം പറയുക? അതാണ് അവിടെ എഴുതേണ്ടത്. അതിനുശേഷം ചിഹ്നം ചോദിക്കുന്നുണ്ട്, നാട്ടിൽ ആരായിരുന്നു നിന്റെ കൂട്ടുകാർ? അപ്പോൾ ജങ്കു എന്താണ് ഉത്തരം പറയുക? അങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ എന്താണ് ഉത്തരം പറയുക എന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ സംഭാഷണം പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് ജങ്കു പറയുക? ഞാൻ നാട്ടിലായിരുന്നു. അപ്പോൾ ചിന്നൻ പറയാണ്, നാട്ടിൽ ആരായിരുന്നു നിന്റെ കൂട്ടുകാർ? ആരായിരുന്നു ജങ്കു പറയുക? ഋഷി, ജിത്തു, കൺമണിയും അവരായിരുന്നു ജങ്കുവിൻ്റെ കൂട്ടുകാർ. ഇനി സുത്രൻ പറയാണ്, അവർ നിനക്ക് എന്തെല്ലാം തന്നു? അവരെന്താണ് നിനക്ക് തന്നത്? അപ്പോൾ ജങ്കു എന്താണ് പറഞ്ഞിരുന്നത്? എനിക്ക് പഴം തന്നു. മിട്ടു, നീ അവരുടെ കൂടെ എവിടെയൊക്കെ പോയി? ഇപ്പോൾ ജങ്കു എന്താണ് പറയുക? അവരുടെ വീട്ടിലും സ്കൂളിലും എല്ലാം പോയി. അപ്പോൾ ചിന്നൻ എന്താ? അവിടെ ജങ്കു ചോദിക്കുന്നത്, നിനക്ക് നാട് ഇഷ്ടമായി, എനിക്ക് നാട് ഇഷ്ടമായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ചോദിക്കുക ചിന്നൻ? നിനക്ക് നാട് ഇഷ്ടമായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 3 എന്ന് പറയുന്നത് നാട്ടിലെ സൗകര്യം എന്നതാണ്. അതായത് ഓരോ കാര്യവും വായിച്ച് നോക്കി ശരിയായ ചിത്രങ്ങളിലേക്ക് വരയ്ക്കും. അവിടെ എന്താണ്? ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നോക്കിയിട്ട് അതിന് നേരെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രാക്കറ്റുകളിൽ നിന്ന് ഉപകരണങ്ങളുടെ പേര് കണ്ടെത്തി ചിത്രങ്ങളിൽ താഴെ എഴുതും. അപ്പോൾ എന്താണ്? ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ, അതായത് മൊബൈൽ ഫോൺ, ടെലിവിഷൻ, പത്രം, റേഡിയോ. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അത് ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് താഴെ ഓരോന്നിനും ശരിയായ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ ചിത്രം റേഡിയോയാണ്. അപ്പോൾ റേഡിയോ എന്ന് അവിടെ ചേർക്കുക. ഇനി അടുത്ത ചിത്രം എന്ന് പറയുന്നത് പത്രമാണ്. അപ്പോൾ പത്രം എന്നവിടെ എഴുതുക. 3-ാമത്തെ ചിത്രം മൊബൈൽ ഫോൺ, 4-ാമത്തെ ചിത്രം ടെലിവിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് അവിടെ എഴുതേണ്ടത്. ഇനി എന്താ പറയുന്നത്? കുറച്ച് കാര്യങ്ങൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നോക്കിയതിന് ശേഷം അതിന് നേരെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ്? കേട്ടറിയാൻ മാത്രം, അതായത് കേട്ടറിയാൻ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? റേഡിയോയാണ്. അപ്പോൾ റേഡിയോക്ക് നേരെയാണ് അത് വരയ്ക്കേണ്ടത്. ഇനി ഫോട്ടോ എടുത്ത് അയക്കാം. ഏതാണ് ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുന്നത്? മൊബൈൽ ഫോണിലാണ്. അപ്പോൾ മൊബൈൽ ഫോണിന് നേരെ വരക്കുക. ഇനി വായിച്ച് വിവരങ്ങൾ അറിയാം. എങ്ങനെയാണ്? പത്രത്തിലൂടെയാണ്. അപ്പോൾ പത്രത്തിൽ വരക്കുക. ഇനി കണ്ടും കേട്ടും വിവരങ്ങൾ അറിയാം. എങ്ങനെയാണ്? ടെലിവിഷനാണത്. ഇനി ദൂരെയുള്ളവരോട് നേരിട്ട് സംസാരിക്കാം. എങ്ങനെയാണ് ദൂരെയുള്ളവരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുക? മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് നേരെ വരക്കുക. വിവരങ്ങൾ ശേഖരിച്ചു വെക്കാം. ഏതിലാണ് വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നത്? മൊബൈൽ ഫോണാണ്. അപ്പോൾ അതിന് നേരെ വരയ്ക്കുക. ഇനി പ്രവർത്തനം 4 കാട്ടിലൊരു യോഗം എന്നതാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? കാട്ടിൽ ഒരു യോഗം, ദയായോഗമുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്കാണ് യോഗം. കാട്ടിൻ നടുവിലെ വലിയ കാവിൽ ചുവട്ടിലാണ് യോഗം. കിരൺ സിംഹമാണ് യോഗം വിളിച്ചത്. ജങ്കുവിനെ അനുമോദിക്കാനാണ് യോഗം. എല്ലാ മൃഗങ്ങളും പക്ഷികളും പങ്കെടുക്കണം. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ഇനി ഉത്തരം എഴുതും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്, അതിൽ കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് താഴെ കൊടുത്തത്. അപ്പോൾ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരാണ് യോഗം വിളിച്ചത്? അപ്പോൾ നമുക്ക് മനസ്സിലായി. അത് വായിച്ച് നമുക്ക് മനസ്സിലാകും. കിരൺ സിംഹമാണ് യോഗം വിളിച്ചത്. അപ്പോൾ ഉത്തരം കിരൺ സിംഹം. എവിടെയാണ് യോഗം നടക്കുക?
അപ്പോൾ എവിടെയാണ്? വലിയ മാവിൻ ചുവട്ടിലാണ്. ആരൊക്കെയാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്? ആരെയാണ്? എല്ലാ മൃഗങ്ങളും പക്ഷികളും. ഇനി എത്ര മണിക്കാണ് യോഗം നടക്കുക? എത്ര മണിക്കാണ്? 4 മണിക്ക്. എന്തിനാണ് യോഗം വിളിച്ചത്? ജങ്കുവിനെ അനുമോദിക്കാൻ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുകളിൽ കൊടുത്തത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഉത്തരം കിട്ടാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് ശ്രമിക്കണം. ഇനി പ്രവർത്തനം 5, യോഗത്തിൽ പങ്കെടുത്തവർ. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? യോഗത്തിൽ പങ്കെടുത്തവർ. അപ്പോൾ അവർ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓരോ കൂട്ടത്തെയും എണ്ണി എഴുതും. അപ്പോൾ ഓരോ കൂട്ടത്തെയും എണ്ണീറ്റ് അതിന് നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആക്ടിവിറ്റി 5, പാർട്ടിസിപ്പൻസ് ഇൻ ദ മീറ്റിംഗ്. കൗണ്ട് ആൻഡ് റൈറ്റ് ദ നെയിംസ് നമ്പേഴ്സ് ഈച്ച് ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് പറയുന്നത്? യോഗത്തിൽ പങ്കെടുത്തവർ അത് കൗണ്ട് ചെയ്തിട്ട് അതിന് നേരെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, ഓരോ ഗ്രൂപ്പിന് നേരെയും. അപ്പോൾ എന്താണ് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ എത്ര എണ്ണമാണ്? 15 ആണ്. അപ്പോൾ അവിടെ നമുക്ക് 15 എന്ന് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത് എണ്ണി നോക്കുകയാണെങ്കിൽ അതിൽ എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21. അപ്പോൾ 21 എണ്ണമാണ് അതിലുള്ളത്. അത് നമുക്ക് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകാവുന്നതാണ്. ഇനി അടുത്ത ചിത്രം എന്ന് പറയുന്നത് ഒരു ആനക്കുട്ടികളുടെയാണ്. അതിൽ എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 5 6 7 എണ്ണമാണ്. അപ്പോൾ 7 എന്നവിടെ എഴുതുക. അടുത്തത് കിളിയാണ്. അത് എത്ര എണ്ണമാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12 13 എണ്ണമാണ്. ഇനി വലിയ കൂട്ടത്തിൽ എത്ര ജീവികളുണ്ട്? 21. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു കഴിഞ്ഞ വർഷം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇൻറ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1ാം ദിവസം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.